ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോചയത്തിന്റെ 381 ഭാഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ആണ്. നമുക്ക് വേണ്ടി പറയാൻ പോകുന്നത് കുമാരി ആഷ്മി കണ്ണൂരിൽ നിന്നാണ്. ആഷ്മി ഭഗവാന്റെ സ്റ്റുഡന്റ്, അവിടുത്തെ വേദ ലീഡ് സിംഗർ ആയിരുന്നു, ലീഡ് സിംഗർ ആയിരുന്നു. പിന്നെ അനന്തപൂർ കോളേജിൽ നിന്നും MBA പാസ്സായിട്ട് വന്ന കുട്ടിയാണ്. മോളെ ആഷ്മി, വീഡിയോ ഓൺ ചെയ്തിട്ട് 3 പ്രാവശ്യം ഓംകാരവും 3 പ്രാവശ്യം പിന്നെ ഭഗവാന്റെ ഗായത്രിയും പറഞ്ഞിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് ഭഗവാന്റെ വാക്ക് വായിക്കുക. ഒരു 15 മിനിറ്റോളം സായിരാം. സായിരാം ആൻറ്റി, കേൾക്കുന്നുണ്ടോ ആൻറ്റി? ഓഡിയോ ക്ലിയർ ആയി? സായിരാം. ഓഡിയോ വീഡിയോ ബോത്ത് ക്ലിയർ ആണ്. ആൻറ്റി ഓക്കെ. ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. സ്റ്റാർട്ട് ചെയ്യാലോ ആൻറ്റി? മോളെ സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവർക്കും സായിരാം. നമ്മുടെ എല്ലാമായ ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ഒരു സത്സംഗത്തിൽ ഭാഗമായിട്ടുള്ള ഓൺലൈനിലുള്ള എല്ലാവരും ഗുരുതുല്യരായിട്ടുള്ള എല്ലാവരുടെയും പാദങ്ങളിൽ ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഈ ഒരു 30 മിനിറ്റ് സത്സംഗത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം എന്താ പറയാ, അതെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ആദ്യമായി എൻ്റെ പേര് അഷ്മി, കണ്ണൂർ ജില്ലയിൽ നിന്നാണ്, പിണറായി സമിതിയിലാണ്. ഞാനിപ്പോൾ ഭഗവാന്റെ കോളേജിൽ നിന്ന് ഈ വർഷം MA ഇംഗ്ലീഷ് കഴിഞ്ഞ് ഇരിക്കുകയാണ്. സോ ഇന്നത്തെ ഈ ഒരു സത്സംഗത്തിൽ എന്നെ ഏൽപ്പിച്ച ഒരു കർത്തവ്യം ഭംഗിയായി ചെയ്യാൻ പറ്റണേ എന്ന് ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തുടങ്ങാം. സകല ജീവികളിലും ഒരേ ആത്മാവാണ് കുടിയിരിക്കുന്നത്. അതിനെ ഈശ്വരത്വം എന്ന് പറയുന്നു. രാമൻ, കൃഷ്ണൻ പോലെയുള്ള ഈശ്വരാവതാരങ്ങളെ അവരുടെ ദിവ്യരൂപങ്ങൾ കൊണ്ട് തിരിച്ചറിയാം. ഓരോ അവതാരത്തിനും ഒരു പ്രത്യേക രൂപമുണ്ട്. പക്ഷേ ഈശ്വരത്വത്തിന് രൂപമില്ല. അത് സകല ജീവജാലങ്ങളിലുമുള്ള സത്യത്തെ പ്രതിനിധീകരിക്കുന്നു. അത് സൃഷ്ടി, സ്ഥിതി, ലയം എന്നിവയ്ക്ക് ഉത്തരവാദിയാണ്. പ്രത്യേക രൂപമില്ലാത്ത ഈശ്വര തത്വത്തെ ലിംഗരൂപത്തിൽ ബിംബകൽപ്പന ചെയ്തിരിക്കുന്നു. സാധാരണ അത് തിരശ്ചീനമായ ഒരു അടിത്തട്ടിലാണ് വയ്ക്കുന്നത്. അടിത്തട്ടിനെ പണവട്ട അഥവാ പീഠം എന്ന് പറയും. അതെങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഭഗവാൻ തൃക്കരം ഒന്ന് വീശി പീഠത്തോടു കൂടിയ ഒരു ലിംഗം സൃഷ്ടിച്ചു. ഈശ്വരൻ മാർക്കണ്ഡേയനെയും മാതാപിതാക്കളെയും അവരുടെ സമയം ഈശ്വരധ്യാനം കൊണ്ട് പരിപൂരിതമാക്കാൻ ഉപദേശിച്ചു. മഹാദേവൻ ഇതുപോലെയുള്ള ഒരു ലിംഗം സൃഷ്ടിച്ച് മാർക്കണ്ഡേയന്റെ മാതാപിതാക്കൾക്ക് നൽകി. അവർ ആ ലിംഗം പൂജിച്ച് അവരുടെ ജീവിതം ധന്യമാക്കി.
സകലരിലും കുടിയിരിക്കുന്ന ആത്മതത്വത്തെയാണ് ലിംഗം പ്രതിനിധീകരിക്കുന്നത്. ഭഗവാന്റെ ശക്തി മനസ്സിലാക്കാനോ വിലയിരുത്താനോ ആർക്കും സാധ്യമല്ല. ആത്മതത്വം മാറ്റമില്ലാത്തതാണ്. ഭക്തന്മാരുടെ വികാരങ്ങൾക്കനുസൃതമായി അതിന് ഏത് രൂപവും കൈവരിക്കാം. മനുഷ്യൻ പൂജിക്കാനായി ഉണ്ടാക്കിയ ഒരു സാധനമല്ല ലിംഗം. ഇത് ഈശ്വരത്വത്തിന്റെ നേരിട്ടുള്ള സാക്ഷാത്കാരമാണ്. മാർക്കണ്ഡേയനും അദ്ദേഹത്തിന്റെ പിതാവ് മൃഗണ്ടുവിനും ഈ സത്യം തികച്ചും അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ഈശ്വരനെ ലിംഗരൂപത്തിൽ ആരാധിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും 3 ഭാവങ്ങളുണ്ട്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഭൗതിക രൂപം സ്ഥൂലഭാവത്തെ കുറിക്കുന്നു. ഈ 3 തലങ്ങളിലും ഒരേ ഈശ്വര തത്വമാണ് ഉള്ളത്. നൂലില്ലാതെ വസ്ത്രമുണ്ടാകുന്നില്ല. വെള്ളിയില്ലെങ്കിൽ വെള്ളിത്താലമില്ല. കളിമണ്ണില്ലാതെ മൺകുടമുണ്ടാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ബ്രഹ്മമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. സൃഷ്ടികർത്താവില്ലാതെ സൃഷ്ടിയില്ല. സൃഷ്ടികർത്താവിനെ നൂലിനോടും സൃഷ്ടിയെ വസ്ത്രത്തോടും ഉപമിക്കാം. സൃഷ്ടികർത്താവ് സ്ഥൂല സൂക്ഷ്മ കാരണഭാവങ്ങളുടെ മൂർത്തഭാവമാണ്. നിങ്ങൾ ഈശ്വരനെ ധ്യാനിക്കുമ്പോൾ മനസ്സിന് അതീതനായിരിക്കണം. നൂല് മാത്രമുണ്ടായതുകൊണ്ട് വസ്ത്രം നെയ്യാൻ സാധിക്കുകയില്ല. നൂലുകൾ പരസ്പരം കൂട്ടി ഇഴചേർക്കണം. അതുപോലെ സ്വപ്രയത്നവും ഈശ്വരാനുഗ്രഹവും. ആഗ്രഹിക്കുന്ന ഫലം നേടിയെടുക്കണമെങ്കിൽ ഇത് രണ്ടും അത്യാവശ്യമാണ്. വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഉത്ഭവസ്ഥാനം സൂക്ഷ്മ ശരീരമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ദിവസവും വേദം ചൊല്ലാറുണ്ട്. ഓരോ മന്ത്രവും ഈശ്വരത്വത്തിന്റെ ഒരു പ്രത്യേക രൂപത്തെ സംബന്ധിച്ചുള്ളതാണ്. എല്ലാ മന്ത്രങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. വിചാരങ്ങളെ പവിത്രമാക്കാനും തന്റെ ശരിയായ സ്വത്വം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വേദങ്ങളെ ആധാരമായി സ്വീകരിക്കണം. ഈ സത്യം മനസ്സിലാക്കാതെ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് സംബന്ധിച്ച് പല വിദ്യാർത്ഥികളും കള്ളത്തരം കാട്ടുന്നു. തെറ്റ് ചെയ്യുന്നവനും അജ്ഞത നടിക്കുന്നവനും കള്ളത്തരമാണ് ചെയ്യുന്നത്. അതുപോലെ വേദങ്ങൾ ചൊല്ലാൻ കഴിവുള്ള ഒരാൾ പൂർണ്ണ മനസ്സോടെ അത് ചെയ്യുന്നില്ലെങ്കിൽ അയാളും കള്ളനാണ്. എല്ലാ കുട്ടികൾക്കും വേദം ചൊല്ലാം. പക്ഷേ ചിലർ കൂട്ടത്തിൽ കൂടി ചൊല്ലുന്നില്ല. അവർ പഠിച്ചതെന്തായാലും അത് വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല. അവർ പഠിച്ചതെല്ലാം അവർ സ്വകാര്യമായി വച്ചിരിക്കുന്നു. കുട്ടികൾ വേദങ്ങൾ ചൊല്ലുമ്പോൾ ഞാൻ അവരെ ശ്രദ്ധിക്കാറുണ്ട്. മന്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അവർ അത് ചൊല്ലണമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ചിലർ നിശബ്ദരായിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ ചെയ്യുന്നത് വിദ്യാമോഷണവും ദൈവദ്രോഹവുമാണ്. ഈ രീതിയിൽ വിദ്യാസമ്പന്നർ വിശ്വാസവഞ്ചകന്മാരും ചതിയന്മാരുമാണ്. പഠിച്ചതൊക്കെ പൂർണ്ണ മനസ്സോടെ ചൊല്ലുന്നവർ മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിന് അർഹരായുള്ളൂ. വിദ്യാർത്ഥികൾ മന്ത്രം ചൊല്ലുമ്പോൾ മറ്റേ വശത്തിരിക്കുന്ന സ്ത്രീകളും അവരുടെ കൂടെ കൂടുന്നു. സ്ത്രീകൾക്കും വേദങ്ങൾ ചൊല്ലാനുള്ള അവകാശമുണ്ട്. ഒരുത്തർക്കും അവരുടെ അവകാശം നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ ചൊല്ലുന്നത് കാണുമ്പോൾ അവർക്കും ചൊല്ലണമെന്ന പ്രചോദനം ഉണ്ടാകുന്നു. ധാരാളം ചെറിയ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ ആരാണ് വേദങ്ങൾ പഠിപ്പിച്ചത്? മുതിർന്ന വിദ്യാർത്ഥികൾ വേദം ചൊല്ലുമ്പോൾ അവർ ശ്രദ്ധയോടെ കേൾക്കുന്നു, കാണാതെ പഠിക്കുന്നു. പക്ഷേ വിദ്യാസമ്പന്നരായ ചില ആളുകളുണ്ട്. അവർ വേദം ചൊല്ലുന്ന ആൺകുട്ടികളുടെ സമീപം ഇരിക്കുന്നുണ്ടെങ്കിലും വായ് മുറുക്കി അടച്ചു ഇരിക്കുന്നു. ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. വേദസംഘത്തിന്റെ കൂടെ ഇരുന്നിട്ട് എന്ത് പ്രയോജനമാണ്? വേദം പഠിക്കാനും ചൊല്ലാനും അവർ ശ്രമിക്കുന്നില്ലെങ്കിൽ അവർ കുറെ കൂടി വലിയ കള്ളന്മാരാണ്. അവർ വേദം കേൾക്കുന്നു, പക്ഷെ അതിൽ പങ്കുചേരുന്നില്ല. ഈശ്വരത്വം അനുഭവത്തിൽ വരണമെങ്കിൽ വേദമന്ത്രങ്ങൾ കേൾക്കുകയും ചൊല്ലുകയും വേണം. വേദങ്ങൾ ഈശ്വര സ്വരൂപങ്ങൾ തന്നെയാണ്. പഞ്ചഭൂതങ്ങളെ പ്രസാദിപ്പിക്കാനുള്ള പല മന്ത്രങ്ങളുമുണ്ട്. പഞ്ചഭൂതങ്ങൾ നമ്മുടെ ജീവശ്വാസമാണ്. അവ നമ്മുടെ ജീവിതം നിലനിർത്തുന്നു. ഈ പ്രപഞ്ചം തന്നെ പഞ്ചഭൂതങ്ങളുടെ ആവിഷ്കൃത രൂപമാണ്. പക്ഷേ ജനങ്ങൾ പഞ്ചഭൂതങ്ങളോട് നന്ദി പ്രകടിപ്പിക്കാൻ മറക്കുന്നു. എന്ത് വലിയ പാപമാണത്. ടീച്ചർ, എനി എക്സ്പീരിയൻസ് പറയാലോ? മോളെ വായിച്ചു കഴിഞ്ഞെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ. കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ കുറെ അനുഭവം ഉണ്ടായി കാണുമല്ലോ. സ്വാമി എപ്പോഴാണ് എത്തിയത്, എല്ലാം പറഞ്ഞു. സൈറാം. ശരിക്കും കോളേജിൽ പഠിച്ചപ്പോഴുള്ള കോളേജിൽ എത്താനുള്ള അതിന്റെ പിന്നിലും ഒരു ചെറിയ കഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്വാമിയിൽ എങ്ങനെ എത്തി എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ തുടക്കം അതാണ്. അപ്പൊ ടൈം ഉണ്ടെങ്കിൽ കോളേജിലെ കാര്യം കൂടെ പറയാം. സൈറാം. ഞാൻ ആദ്യമായിട്ട് സ്വാമിനെ പറ്റി അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 3.5 വയസ്സുള്ളപ്പോ ആണ്. അപ്പോ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ബാലവികാസം എടുക്കാൻ വേണ്ടി ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ലീല ടീച്ചർ എന്നാണ് പേര്. തലശ്ശേരി സമിതിയിലാണ് ടീച്ചർ.
ടീച്ചർ ഇങ്ങനെ വീട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു ബാലവികാസ് സെന്റർ തുടങ്ങാന്നുള്ളൊരു ഇതില് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ പേരൻസും എന്താ പറയുക സമ്മതിച്ചോളണം എന്നില്ല. അപ്പൊ അങ്ങനെ അമ്മ ചെറുതായിരുന്ന സമയത്ത് അമ്മ ഇളച്ചന്റെ വീട്ടില് ഇളച്ചൻ സമിതിയുടെ ഭാഗമായിരുന്നു, മാഹി സമിതിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അവിടെ വെക്കേഷന് പോകുമ്പോൾ ഞായറാഴ്ചകളിൽ സമിതി ഭജൻ അറ്റൻഡ് ചെയ്യും, പിന്നെ സ്വാമിയുടെ ബർത്ത്ഡേ ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്വാമീനെ പറ്റി കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള അറിവ് അമ്മയ്ക്കുണ്ട്. അപ്പൊ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അമ്മ എന്നെയും എൻ്റെ ഏട്ടനെയും ടീച്ചറുടെ അടുത്ത് ബാലവികാസിന് അയക്കുന്നത്. അപ്പൊ ഞങ്ങൾ അപ്പോൾ ബാലവികാസ് തുടങ്ങുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഒരു വീട്ടിന്റെ വരാന്തയിൽ വെച്ചിട്ടായിരുന്നു ക്ലാസ് എടുക്കാറ്. അന്ന് 3.5 വയസ്സുള്ള എനിക്ക് അങ്ങനെ എഴുത്തും വായനൊന്നും അറിയില്ല. സ്കൂളിൽ ചേർന്ന ആ ഒരു സമയമായിരുന്നു. ടീച്ചറിന്റെ മുന്നിൽ തന്നെ എന്നെ ഇരുത്തും. ആ കൂട്ടത്തിൽ ചെറുത് ഞാനായിരുന്നു. ടീച്ചറിന്റെ മുന്നിൽ തന്നെ ഇരുത്തിയിട്ട് ടീച്ചർ മന്ത്രങ്ങൾ പറയുമ്പോൾ ഗീതാ ശ്ലോകങ്ങളായിക്കോട്ടെ ബാലവികാസിലെ മന്ത്രങ്ങളായിക്കോട്ടെ പറഞ്ഞു തരുമ്പോൾ കേട്ടിട്ട് അങ്ങനെ ചൊല്ലുമായിരുന്നു. ടീച്ചർ അങ്ങനെ ഓരോ വരിയായിട്ട് പറഞ്ഞു തരുമ്പോൾ അത് കേട്ട് ചൊല്ലുമായിരുന്നു. അങ്ങനെ ടീച്ചർ അമ്മയുടെ അടുത്തും പറയും, നന്നായിട്ട് കുട്ടി മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് എന്ന് അമ്മയുടെ അടുത്ത് പറയും. പിന്നീട് വേദമന്ത്രമായിട്ട് പഠിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ജോഷിമേച്ചി അങ്ങനെ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട് കളികൾ ഇതാക്കാനും പിന്നെ വേദം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ജോഷിമ ചേച്ചി അതേപോലെ ജ്യോത്സ്ന ടീച്ചർ വരുമായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് വേദം പറഞ്ഞു തന്നത് ജ്യോത്സ്ന ടീച്ചറാണ്. ഗണപതി പ്രാർത്ഥന ഓം ഗണാനാം ത്വാം എന്നുള്ളത് പഠിപ്പിച്ചത് ജ്യോത്സ്ന ടീച്ചറാണ്. അതും ഇതേപോലെ ചൊല്ലിയിട്ട് ഏറ്റു ചൊല്ലുന്ന രീതിയിൽ അങ്ങനെയാണ് പഠിച്ചത്. അപ്പോ ആ ഒരു ഇത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തുനിന്ന് ബാലവികാസ് തുടരാൻ പറ്റിയില്ല, അവര് വീട് മാറുന്ന കാരണം. പിന്നീട് വേറൊരു സ്ഥലത്ത് വെച്ച് അത് തുടർന്നിരുന്നു, പക്ഷെ അധികം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ലീല ടീച്ചർ ഓരോ പ്രോഗ്രാം വരുമ്പോൾ, സ്വാമിയുടെ ബർത്ത്ഡേ വരുമ്പോൾ ഈശ്വരാമ്പ ഡേക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ വിളിക്കുമായിരുന്നു. അന്നേരത്തൊക്കെ സമിതിയിൽ പോവും. ഈ പ്രോഗ്രാമിന് പോവാന്നല്ലാതെ ഇങ്ങനെ എപ്പോഴും വ്യാഴാഴ്ചകളിൽ പോകുന്ന അങ്ങനത്തെ ഒരു രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് 3-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ആണ് ടീച്ചർ ആദ്യമായിട്ട് നമ്മളെ പുട്ടപർത്തിയിൽ ഒരു ബസ് ഏർപ്പാടാക്കി കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കുന്നത്. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാനും അമ്മയും ഏട്ടനും പോകാൻ വേണ്ടി തയ്യാറെടുത്തതായിരുന്നു. അപ്പൊ വിഷുവിന്റെ സമയത്തായിരുന്നു അത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ ഏട്ടന് ഭയങ്കര നാട്ടില് എന്താ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഏട്ടന് വരാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഇല്ല. ഏട്ടൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പൊ ഏട്ടനും അച്ഛനും വീട്ടിൽ നിന്ന് ഭഗവാൻ വിളിച്ച കാരണം എനിക്ക് അമ്മയ്ക്ക് അവിടെ എത്താൻ പറ്റി. പുട്ടപർത്തി എത്തിയപ്പോൾ ഞങ്ങൾക്ക് ബാലവികാസ് സ്റ്റുഡൻസിനെ തനിയെ ദർശനം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഭഗവാന്റെ ബാലവികാസ് സ്റ്റുഡൻസിന്റെ സാഷിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഇരുത്തിയ സമയത്ത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരും ഒക്കെ അടുത്തുണ്ടായിരുന്നു. പെട്ടെന്ന് സ്വാമി അപ്പോൾ സ്വാമി വീൽ ചെയറിൽ വരുന്ന സമയമാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്വാമിനെ കാണുകയാണ്. അതുവരെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് അധികം അങ്ങനെ സ്വാമി എന്നുള്ള ഒരു ഇതൊന്നും അപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇങ്ങനെ സ്വാമി വരുമ്പോൾ സ്വാമിക്ക് വരാൻ വഴിയൊരുക്കുമ്പോൾ നമ്മളെല്ലാവരെയും സ്പ്ലിറ്റ് ചെയ്തിരുത്തി. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചിമാരൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ആ ഒരു ചേച്ചീന്റെ ക്ലിപ്പ് കണ്ട് അത് ആ ചേച്ചി അവിടെ ഉണ്ടല്ലോ എന്നുള്ള ഇതിൽ ഞാൻ തിരിയുമ്പോഴേക്ക് സ്വാമി ഇങ്ങനെ അടുത്തെത്താറായി. അപ്പൊ ഈ ലൈന് സ്പ്ലിറ്റ് ചെയ്തിരുത്തിയപ്പോൾ സ്വാമി ഇങ്ങനെ വരുന്നതിന്റെ ആ ഒരു ഫ്രണ്ടിലായിട്ടാണ് കുറെ ആൾക്കാരുണ്ട്, എൻ്റെ അടുത്ത് ആൾക്കാരുണ്ട്. അപ്പോൾ ഫ്രണ്ടില് സ്വാമിനെ കാണാന്നുള്ള ആ ഒരു ഇതിലാണ് എനിക്ക് ഇരിക്കാൻ പറ്റിയത്. അപ്പൊ ഇങ്ങനെ സ്വാമി അടുത്തോട്ട് വരുമ്പോൾ എല്ലാവരും സ്വാമിനെ തൊടുന്നുണ്ട്. എന്തൊക്കെയല്ലോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എല്ലാവരും സ്വാമിന്റെ പാദം പിടിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് സ്വാമി അടുത്തതെന്ന് എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ലീല ടീച്ചർ പണ്ട് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ചില സമയത്ത് നമ്മൾ സ്വാമീനെ അനുവാദം കൂടാണ്ട് തൊടാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ സ്വാമിയുടെ ആ ഒരു എനർജി, ആ തേജസ് നമ്മൾ മനുഷ്യർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ ആലോചിച്ച് എനിക്കങ്ങനെ തോന്നിയതായിരിക്കും. അപ്പോൾ ഇത് ആലോചിച്ചിട്ട് ഞാനിത് തൊടണോ വേണ്ടിയോ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാമിന്റെ കാല് അടുത്തെത്തി ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കി, ഒരു വിരലുകൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കി, അത്രയും ഞാൻ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അമ്മ പറഞ്ഞു ഇനി എന്ത് പണിയാ കാണിച്ചത്, നിനക്ക് ശരിക്കും സ്വാമിനെ തൊടായിരുന്നു, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് അന്നേരം തോന്നിയില്ല, എനിക്ക് ടീച്ചർ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്ത അമ്മേ, അമർത്തിയപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു സ്വാമിയുടെ കാല്, പെണ്ണുങ്ങളുടെ കാല് പോലെ നല്ല സോഫ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത്. അമ്മ ഇപ്പോഴും ആ കാര്യം ഇങ്ങനെ പറഞ്ഞു ചിരിക്കും. അപ്പൊ അത്രയും എനിക്ക് ആ ഒരു സ്വാമിനെ നേരിട്ട് കണ്ടു എന്നുള്ള ഫസ്റ്റിലുള്ള ഒരു അനുഭവം അതാണ്.
അത് കഴിഞ്ഞിട്ട് 4th പഠിക്കുമ്പോൾ ഇതേപോലെ ഓണത്തിന് സ്വാമിനെ സ്വീകരിക്കാൻ ആയിട്ട് ബാലവികാസ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തപ്പോൾ അതിലൊരാളാവാൻ പറ്റി. പിന്നെ ഇതേപോലെ ഇടയ്ക്ക് പർത്തിയിൽ പോവും, ഇങ്ങനെ എന്തെങ്കിലും യൂത്തിന്റെ പ്രോഗ്രാമിന് യൂത്ത് പോകുമ്പോൾ അമ്മയും ഞാനും പോകുന്ന സമയത്ത് അങ്ങനെ പോയിട്ടുണ്ട്. പർത്തിയിൽ പോവുമ്പോൾ എന്താ ഞാൻ അധികം ചെയ്യുക, ഭജൻ സെഷനിലൊക്കെ ഞാൻ അമ്മേന്റെ മടിയിൽ കിടന്നുറങ്ങുക ചെയ്യുക. പിന്നെ ആരതി ആവുമ്പോൾ അമ്മേനെ തട്ടി എണീപ്പിക്കും. പിന്നെ ഞാൻ ആരതി തൊഴുത് അവിടെ പിന്നെ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏട്ടൻ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കാനും ഇതൊക്കെ പോകാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങളിങ്ങനെ സ്വാമീന്റെ ഇതിലൊക്കെ പോകുമ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയും, എന്തിനാ പോന്നേ? ഏട്ടനും ബാലവികാസിൽ വന്നിട്ടുണ്ട്, പിന്നെ ആ ഒരു ഇത് ഒക്കെ വിട്ടുപോയി, ഏട്ടൻ സമിതിയിലൊന്നും വരാറില്ല. ഏട്ടൻ പറയും, എന്തിനാ അവിടെ ഇവിടെ ഒക്കെ പോന്നേ? ആൾദൈവത്തിനെ കാണാൻ പോകുന്നത് എന്തിനാ? അങ്ങനെ മാജിക് ഒക്കെ കാണിക്കുന്ന ആളല്ലേ. അപ്പൊ എനിക്ക് വീട്ടിലെത്തുമ്പോൾ കൺഫ്യൂഷൻ ആവും. അയ്യോ ഇത് എന്താ? അപ്പൊ ഏട്ടൻ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ആകെ ഇതാവും, ഇവരൊക്കെ കളിയാക്കും ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ. പക്ഷെ പുട്ടപർത്തിയിലെത്തി അവിടെ മന്ദിരത്തിൽ ഇരുന്ന് ഭജൻ കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ അറിയാതെ ഞാൻ ഇങ്ങനെ കരയാൻ തുടങ്ങും. എപ്പോഴും എപ്പോഴും പുട്ടപർത്തി പോയിട്ട് അവിടെ ഹാളിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭജൻ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരയാൻ തുടങ്ങും. എന്താന്ന് എനിക്കറിയില്ല റീസൺ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചായപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തലശ്ശേരി സമിതിയിൽ അങ്ങനെ പോവലില്ല. അമ്മേന്റെ വേറൊരു ഫ്രണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത്, ചന്ദ്രീച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വീട്ടിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ സ്വാമിയുടെ ഭയങ്കര ഡിവോട്ടിയാണ്. ടീച്ചറും മക്കളും വ്യാഴാഴ്ച വീട്ടിൽ വെച്ചിട്ട് സ്വാമിയുടെ അർച്ചന അഷ്ടോത്തര അർച്ചനയും ഭജൻസ് ഒക്കെ നടത്തും. അങ്ങനെ ടീച്ചർ ശകുന്തള ടീച്ചർ എന്നാണ് ടീച്ചറിന്റെ പേര്. എല്ലാവർക്കും ഇതിൽ കുറെ പേർക്ക് അറിയാൻ പറ്റും. ടീച്ചർ ഇപ്പോ ഇല്ല. അപ്പം ടീച്ചറിന്റെ വീട്ടിൽ പോയിട്ട് മക്കളൊക്കെ ഭജൻ പാടുമ്പോൾ എന്നെ അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് അതിന് മെയിനായിട്ട് എഫേർട്ട് എടുത്ത് കൊണ്ടുപോയത് ചന്ദ്രീച്ചിയാണ്. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, അമ്മയും വരുമായിരുന്നു. എന്നിട്ട് ഭജന പാടുമ്പോൾ കേൾക്കും. പിന്നെ മാഹി സമിതിയിൽ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് അവിടെ ഇതുണ്ടാവുക. സമിതിയായിട്ട് അവിടെ പിന്നീട് ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഓരോ ഗൃഹഭജനയ്ക്കൊക്കെ പോകുമ്പോൾ ഇവര് എൻ്റെ അടുത്ത് ഭജൻ പാടാൻ വേണ്ടി എന്നെ പുഷ് ചെയ്യണം. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. മടിയല്ല, എനിക്ക് ടെൻഷൻ. ഞാൻ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ എൻ്റെ അടുത്ത് പാടെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പാടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര പേടി. അവരിങ്ങനെ പുഷ് ചെയ്യും. അങ്ങനെ പിന്നെ കുറച്ചായപ്പോൾ ഒരു ഭജൻ പാടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഭജൻ പഠിച്ചു. അങ്ങനെ എപ്പോഴും നോക്കിയാലും ഞാൻ ആ 2 ഭജൻ മാത്രമേ, അതും ഇവർ കുറേ എന്നെ പുഷ് ചെയ്താൽ മാത്രമേ ഞാനത് പാടുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 8ാം ക്ലാസ് ഒക്കെ ആയി. അപ്പോൾ ഒരു എന്താ പറയാ, ആ ഒരു സമയത്ത് ഇങ്ങനെ സ്വാമി പോകുന്നു വരുന്നു, ആക്ടിവിറ്റീസിന് പോകുന്നു. അങ്ങനെ അധികമായിട്ട് സ്വാമിന് വിശ്വാസം അങ്ങനെയൊന്നുമില്ല. ഒരു 8ാം ക്ലാസ് മുതൽ 10th വരെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, എനിക്കായിക്കോട്ടെ എൻ്റെ ഫാമിലിയിലായിക്കോട്ടെ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുള്ള ഒരു ഘട്ടത്തിലൂടെ പോകേണ്ടി വന്നിരുന്നു. ശരിക്കും അത് അങ്ങനെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി ഒരാൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് സ്വാമി എത്രത്തോളം നമ്മളെ എന്താ പറയാ, ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ സ്വാമിയുടെ ബ്ലെസ്സിങ് ഇല്ലാതെ, സ്വാമി അല്ലാതെ ഗൈഡ് ചെയ്യാതെ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന്, എന്താ പറയാ, അത് തരണം ചെയ്ത് വന്നു നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് എന്താ പറയാ, അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ സ്വാമിയിലേക്ക് എന്താ പറയാ, എന്നെ ആയിക്കോട്ടെ അച്ഛനും അമ്മേനെ ആയിക്കോട്ടെ വലിച്ച് അടുപ്പിച്ചത് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഇത് കഴിഞ്ഞ് 10th കഴിഞ്ഞ് അപ്പൊ ഇങ്ങനെ ഏട്ടൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയും, എന്തിനാ അവിടെ ഇവിടെ പോകുന്നതെന്ന് പറയുമ്പോൾ ഞാനും പിന്നെ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് പോയാൽ പോരെ? അവിടെ പോകുമ്പോ എല്ലാരും പ്രായമുള്ള ആൾക്കാരാണ്, എന്താ പറയാ, എന്നെ പോലെയുള്ള ആരും ഇല്ല, എന്തിനാ അമ്മ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഞാൻ 10th ആയി. 10th എത്തിയപ്പോ ശിവരാത്രി ഭജനയ്ക്ക് സമിതി എക്സാം ആയ കാരണം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് പോണ്ട, നമുക്ക് വീട്ടിലിരിക്കാം. അന്ന് ഭജനയ്ക്ക് പോവാത്ത കാരണം എന്തുകൊണ്ട് പോകുന്നില്ല, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഒരു ഇതില് എത്തേണ്ട അതായത് എന്തിന് ഇതിലൊക്കെ പോന്നു എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു സ്റ്റേജിലേക്ക് ആയി. പിന്നെ 11th എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് വേദം പുട്ടപർത്തിയിൽ ഓണത്തിന് ചൊല്ലാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെ അതും വേദം അതുവരെ എനിക്ക് ചെറുതിലേ പഠിച്ചു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ജോസ്ന ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു അറിവ് മാത്രമാണ് ഉള്ളത്. പിന്നീട് അങ്ങനെ നമ്മൾ ചൊല്ലലൊന്നുമില്ല. പർത്തിയിൽ പോകുമ്പോൾ കേൾക്കാറുണ്ട്. പിന്നീട്
ഒരു ഏകാദശ രുദ്രം നടന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അതിന് പോവാൻ വേണ്ടിയിട്ട് അമ്മയും ഒക്കെ പേര് കൊടുത്തു, എന്റെയും പേര് കൊടുത്തിരുന്നു. അപ്പൊ അന്നേരത്ത് കുറച്ച് വേദം പഠിക്കാന്നുള്ളതില് ഗുരുവിന്റെ അടുത്ത് പോയി പഠിച്ചില്ല. പക്ഷെങ്കിൽ ഫോണിൽ ഓഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഞങ്ങൾ അത് കേൾക്കുമായിരുന്നു. ഞാനും അമ്മയും കേൾക്കും, അത്യാവശ്യം വീട്ടിൽ നിന്ന് ജപിക്കും. പിന്നെ ഈ ഓണത്തിന്റെ കാര്യം വന്നപ്പോ ആണ്, പ്രോഗ്രാമിന് വേദം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആണ് ഞങ്ങൾ അവിടെ പറത്തിയില് അല്ല അതിനായിട്ട് പഠിക്കാൻ സമിതിയിൽ നളിനീച്ചി വന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ അതിന് സാറ്റർഡേസ് പറ്റുമ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ സ്കൂളിൽ ഇല്ലാത്ത സമയത്ത് പോയി അറ്റൻഡ് ചെയ്യായിരുന്നു. അല്ലാത്തപ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഈ ഓഡിയോ കേട്ടിട്ട് പറത്തിയില് വേദനാരായൺ സർ ജപിക്കുന്ന ഓഡിയോ കേട്ടിട്ട് അങ്ങനെ ഉറങ്ങും. അപ്പൊ ഇത് ഡെയിലി ചെയ്യുമായിരുന്നു. അങ്ങനെ ആലുവയിൽ എത്തി. ആലുവയിൽ പോയപ്പോൾ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലും ഒക്കെ ഒരു മൈക്കിൽ ഓഡിഷൻ ചെയ്യിച്ചു. ഓഡിഷൻ കഴിഞ്ഞപ്പോ സാർ പറഞ്ഞു, പത്മകുമാർ സർ പറഞ്ഞു, ഇങ്ങനെ എനിക്കും വേറൊരു ആന്റീൻ്റെ അടുത്തും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും മൈക്കിൽ ലീഡ് ചെയ്യണം പറത്തിയില് എന്ന് പറഞ്ഞു ഓണത്തിന്. അങ്ങനെയാണ് അപ്പൊ ഒന്നും എനിക്ക് ഇപ്പൊ ഞാൻ ഈ പ്ലെയിൻ ആയിട്ട് പറയുന്ന പോലെ ആയിരുന്നു. എനിക്ക് അന്നേരത്തെ എന്താ ഇത് എന്നൊന്നും അതിനൊന്നും വാല്യൂ മനസ്സിലാക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അത്രയും അങ്ങനെ അത്രയ്ക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ആന്റി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവരുടെ കൂടെ വന്നൊരു കുട്ടി, ആ കുട്ടി എന്ന് പറയുമ്പോൾ ചെറുപ്പം തൊട്ടേ അവരുടെ ഫാമിലി വൈസ് ആയിക്കോട്ടെ എല്ലാം വേദത്തിനെ പറ്റി നല്ലോണം പഠിച്ച് ഭയങ്കര കഴിവുള്ള ഒരു കുട്ടിയാ, ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ചൊല്ലിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയില്ല. ആ ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ആ കുട്ടി അത്രയും ഇതായിട്ട് ചാൻഡ് ചെയ്യുന്നതാണ്, ആ കുട്ടിക്ക് കിട്ടാൻ മോൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും വലിയ ഭാഗ്യാണ് ഇതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ള ഇതിൽ ഞാനിങ്ങനെ പോയി. അവിടെ ആലുവ സായി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഓഡിഷൻ. ഞാൻ താഴെ പോയി സ്വാമിയുടെ പ്രെയർ ഹാളിൽ വെച്ചിട്ട് ഒരു ചിറ്റെടുത്തപ്പോ വന്നത് എന്താന്ന് വെച്ചാ ഐ ബ്ലസ്ഡ് യു വിത്ത് പാദ നമസ്കാർന്ന്. അപ്പോ എനിക്ക് മൈൻഡില് എന്താ പറയുക, അത് ഐ ബ്ലസ്ഡ് യു എന്നാണ്, ഐ വിൽ ബ്ലസ് യു എന്നല്ല, ഐ ബ്ലസ്ഡ് യു വിത്ത് പാദ നമസ്കാർ എന്നാണ് അതിൽ വന്നത്. അപ്പൊ എനിക്ക് മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വന്നത്, പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ സ്വാമിനെ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ട് നോക്കിയിരുന്നല്ലോ, ആ ഒരു ഇൻസിഡന്റ് ആണ് എൻ്റെ മൈൻഡിലൂടെ ഓർമ്മ വന്നത്, എനിക്ക് മൈൻഡിൽ ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ എന്താ പറയാ, അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ എനിക്കിങ്ങനെ തോന്നി എന്ന് പറഞ്ഞു. അങ്ങനെ പറത്തിയിലെത്തി. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താ പറയാ നമ്മളാണ് ചെയ്യുന്നത്. ഇത്രയും വേദത്തിനെ പറ്റി ഒരു നോളജ് ഇല്ലാത്ത ഞാൻ ജസ്റ്റ് കേട്ടിട്ട് മാത്രം അവിടുന്ന് ഇവിടുന്നും എന്താ പറയാ കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രം പറത്തിയിൽ പോയി ചാൻഡ് ചെയ്യാൻ പറ്റി. യൂഷ്വലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉള്ള ആളാണ് ഞാൻ. ഭജൻ പാടുമ്പോൾ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ മുന്നേ എന്നെ ചന്ദ്രീച്ച് ഇങ്ങനെ പുഷ് ചെയ്യണമായിരുന്നു ബാക്കിന്ന്. അങ്ങനെയുള്ള ഞാൻ പറത്തിയിലെത്തിയപ്പോൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു, ചാൻഡ് ചെയ്ത് കഴിഞ്ഞു. അന്ന് ആ പ്രാവശ്യം ഞങ്ങൾക്ക് 3-4 സെഷൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെഷൻ ചാൻഡ് ചെയ്ത് കഴിഞ്ഞു, എനിക്കൊരു ടെൻഷൻ ഇല്ല, ഞാൻ കൂളായിട്ട് ഞാൻ ചാൻഡ് ചെയ്യും. എനിക്ക് സ്വതവേ ഉള്ള ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. എന്ത് കാര്യം വരുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് ബാക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾക്ക് 2-3 സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് ജെൻസിന്റെ ഒപ്പം തന്നെയായിരുന്നു ചാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോ ജെൻസിന്റെ പിച്ചും ഞങ്ങളുടെ പിച്ചും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ശബ്ദം ഭയങ്കര സ്ട്രെയിൻ ആയി. അപ്പൊ ലാസ്റ്റ് സെഷൻ ആയപ്പോൾ രാവിലത്തെ മെയിൻ ഓണത്തിന്റെ തിരുവോണത്തിന്റെ അന്ന് മോർണിംഗ് സെഷൻ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്റെ ശബ്ദം കംപ്ലീറ്റ് പോയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും അമ്മേൻ്റെ അടുത്ത് ഞാനൊരു 10 വീക്സ് ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എന്താ ചെയ്യുക, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ ഒക്കെ ഇങ്ങനെ കാറ്റ് വരുന്നു, ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ വേദത്തിന് ഇരുത്താൻ വേണ്ടി, ഈവനിങ് സെഷൻ ഇരുത്താൻ വേണ്ടി ഞങ്ങൾ പുറത്ത് അവിടെ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ആന്റിമാരുടെ അടുത്ത് പറഞ്ഞു, കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ശബ്ദം പോയിട്ടുണ്ട്, അപ്പോൾ വേറെ ആരെങ്കിലും ചാൻഡ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് പറയുമോന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞില്ല, മൈക്ക് ചാൻഡേഴ്സ് സെലക്റ്റഡ് ആയിട്ടുള്ള അവർ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ആ വോയിസ് വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അകത്ത് ഒരു 10 മിനിറ്റ്സ് മുന്നേ ഉള്ളിൽ ഇരുത്തുമല്ലോ, അവിടെ ഉള്ളിൽ പോയി അന്ന് സമാധിന്റെ അവിടെ ഇപ്പൊ ഉള്ള സ്വാമിയുടെ ഫോട്ടോ അല്ല, ഫസ്റ്റില് സമാധി ആയിരുന്നപ്പോ ആ റൗണ്ട് ഫോട്ടോ ഉണ്ടായിരുന്നു, ആ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ കുറച്ച് മുന്നിലായിട്ടായിരുന്നു അതുവരെ കുറച്ച് പില്ലറിന്റെ അടുത്തായിരുന്നു. അന്ന്
കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആ ഫോട്ടോന്റെ നേരെ ആയിട്ട് വരുന്ന പോലെയാണ് ഇരുത്തിയത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഫുള്ള് സൈലൻസ് ഉണ്ടാവല്ലോ വേദം തുടങ്ങുന്നതിന് മുന്നേ. അപ്പൊ ഇങ്ങനെ ഇരുന്ന് സ്വാമിനെ ഞാൻ നോക്കി. സ്വാമിക്ക് അറിയാം എൻ്റെ അവസ്ഥ. ഞാൻ ചാൻഡ് ചെയ്യണമെന്ന് സ്വാമിക്ക് ഉണ്ടെങ്കിൽ സ്വാമി എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്വാമിനെ നോക്കി പറഞ്ഞു. അപ്പോൾ വേദം 4:30 ആയപ്പോൾ വേദം സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങിയപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ആക്ച്വലി രാവിലെ വരെ ഉണ്ടായിരുന്ന സാറ് അന്ന് ഉച്ചയ്ക്ക് സാറ് പോയി വേറൊരു അങ്കിളാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ അങ്കിള് സ്റ്റാർട്ട് ചെയ്ത പിച്ച് ഞങ്ങൾക്ക് ലേഡീസിന് കംഫർട്ടബിൾ. എൻ്റെ അടുത്തിരിക്കുന്ന ആൻറ്റിയും ഭയങ്കര സ്ട്രെയിൻ ചെയ്തിരുന്നു. ആൻറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു വോയിസ് സ്ട്രെയിൻ ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് ചാൻഡ് ചെയ്യാൻ പറ്റുന്ന ത്രൂ ഔട്ട്. അതിന് മുന്നത്തെ സെഷൻ വരെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഭയങ്കര ഹൈ പിച്ച് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വിട്ട് ചൊല്ലേണ്ട ഒരു ഇതായിരുന്നു. പക്ഷെ ആ ഒരു ലാസ്റ്റ് ഇത്രയും വോയിസ് ഇല്ലാത്ത ഒരു ഇതില് സെഷനില് ത്രൂ ഔട്ട് ഒരു എന്താ പറയാ ഡിസ്കംഫേർട്ടും ഇല്ലാത്ത രീതിയിൽ ചാൻഡ് ചെയ്യാൻ ഭയങ്കര ഈസ്. ആ ഭഗവാൻ ഉണ്ടാക്കി തന്ന ഒരു ഈസില്ല, ആ ഒരു ഇത് ഈസി ആയിട്ട് ചാൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ കാരണം എനിക്കറിയാം ഞാൻ ഏത് അവസ്ഥയിലാണ് അവിടെ പോയിരുന്നതെന്നും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം ഇതായിരുന്നു. അന്നാണ് ശരിക്കും പറഞ്ഞ സ്വാമി, കാരണം എൻ്റെ ആ ഒരു അവസ്ഥയിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചൊല്ലാൻ പറ്റുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇത്രയും ഇതാക്കി സ്വാമി ആ ഒരു ഇൻസിഡന്റ് എന്താ പറയാ ഒരു ഇത്രയും കംഫർട്ടബിൾ ആക്കി തന്നു. അതാണ് സ്വാമി ശരിക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. അതുവരെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ശബ്ദമില്ല, എനിക്ക് ചൊല്ലാൻ പറ്റില്ല. അതൊന്നുമല്ല, സ്വാമിയാണ് അത് ചെയ്തത് എന്നുള്ള. അതാ ഞാൻ പറഞ്ഞല്ലോ, വേദത്തിനെ പറ്റി എന്താന്ന് പോലും പറയാത്ത ജസ്റ്റ് കേട്ട് അറിവുണ്ടായ ഞാൻ അവിടെ സ്വാമിയുടെ ആ സന്നിധിയിൽ എത്തിയിട്ട് ചൊല്ലണം എന്നുണ്ടെങ്കിൽ അതെന്റെ ഇതല്ല, അത് സ്വാമി തെളിയിച്ചു തരികയാണ് ആ ഒരു ഇൻസിഡന്റിലൂടെ എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. പിന്നെ എന്താ പറയാ, ഇതാണ് സ്വാമിയാണല്ലോ ശരിക്കും. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പ്രയാസങ്ങൾ വന്നപ്പോൾ മുൻകൂട്ടി ഒരാൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് 8th പഠിക്കുമ്പോൾ എൻ്റെ ജാതകം എഴുതിക്കാൻ വേണ്ടി, അതുവരെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജാതകം എഴുതിക്കാൻ വേണ്ടിയിട്ട് അമ്മയും ഞാനും കൂടെ, അമ്മയ്ക്ക് അറിയാവുന്ന ഒരു സാറിൻ്റെ അടുത്ത് പോയി. അമ്മേനെ പഠിപ്പിച്ച സാറായിരുന്നു. സാറിൻ്റെ അടുത്ത് പോയി. സാറ് ഇത് നോക്കിയ ഉടനെ ചോദിച്ചത് ഈ ജാതകത്തിലുള്ള ആള് ഇപ്പൊ ജീവനോടെ ഉണ്ടോന്നാണ്. അപ്പോ അമ്മ എന്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മ പറഞ്ഞ് ആളിതാണെന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു കൊടുത്തു. അപ്പൊ സാറിന് ഞങ്ങള് സ്വാമിയിലെത്തിന്നോ സ്വാമിന്റെ ഡിവോട്ടീസ് ആണെന്നോ ഒന്നും സാറിന് അറിയില്ല. അപ്പൊ സാറ് പറഞ്ഞ് ഇതിലുള്ള ആൾ ഇപ്പൊ ജീവനോടെ ഉണ്ടെങ്കിൽ അത് ഒരു ഗുരുവിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഈ ഒരാള് 3.5 വയസ്സായപ്പോ ശരിക്ക് മരിക്കേണ്ടതായിരുന്നു എന്നാണ് സാർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഇപ്പൊ നോക്കുമ്പോ ആ ഒരു ടൈമിലാണ് നമ്മൾ സ്വാമിയിലേക്ക് എത്തിയത്. ഞാൻ എന്താ പറയാ അക്ഷരം പോലും അറിയാത്ത പ്രായത്തില് ബാലവികാസിൽ എത്തിയതും സ്വാമിയുടെ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ പറ്റിയതും ഒക്കെ ആ ഒരു ടൈമിലാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എന്താ പറയാ എങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. സ്വാമി എങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ വരുന്നു സാർ പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കണം, കുറച്ച് മോശം സമയമാണെന്നൊക്കെ. പക്ഷെ അതിലൂടെയൊക്കെ കടന്നുപോയി അതിനുശേഷം സ്വാമി വേദം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ സ്വാമിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. ഫാമിലിനെ ആയിക്കോട്ടെ എന്നെ ആയിക്കോട്ടെ ഞങ്ങൾ അതിലൂടെയൊക്കെ തരണം ചെയ്ത് വരാൻ സ്വാമി ഇത്രയും ഹെൽപ്പ് ചെയ്തു. അത്രയാണ്. ഇപ്പോ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയാണ്. സായിരാം. ഒരു തെറ്റുമില്ല, മോള് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു. മോൾക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും മേലിൽ ഉണ്ടാവട്ടെ. സായിരാം. ഇപ്പൊ ഭഗവാന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു ഭജന പാടണം. ഓക്കെ. സുഖാർത്ഥി ത്യജത്തെ വിദ്യാ, വിദ്യാർത്ഥി ത്യജത്തെ സുഖം, സുഖാർത്ഥി നഹി കുതോ വിദ്യാ, കുതോ വിദ്യാർത്ഥി
నహి సుఖం. సుఖం కోరువాడు విద్యార్థి కానేరడు. The one who is after pleasure cannot be student. విద్యార్థి సుఖం కోరడు. Student will never be after comfort. సుఖము కోరే విద్యార్థి విద్యార్థి కానేరడు. He cannot be a student if he is after comforts. విద్యను కోరేటువంటి వాడు సుఖార్థి కానేరడు. If you really want education, you cannot be after pleasure. కనుక సుఖమును త్యాగం చేసి విద్యను అభ్యసించినటువంటి విద్యార్థియే నిజమైన విద్యార్థి. విద్యాం అర్థైతీతి విద్య. విద్యార్థి విద్యాన్ని అర్థించాలి కానీ సుఖాన్ని అర్థించటం ఇది అర్థం లేనటువంటి యొక్క విద్య. Therefore, a true student should sacrifice all the pleasure and comforts, and he should try to acquire education. മോളെ ഒരു ഭജന പാടിക്കോളൂ. ആൻഡ് शिरडी साई द्वारकमाई प्रशांति वासी साई राम. शिरडी साई द्वारकमाई प्रशांति वासी साई राम. साई राम साई राम एक नाम सुंदर नाम. साई राम एक नाम सुंदर नाम. शिरडी साई द्वारकमाई प्रशांति वासी साई राम. अल्लाह ईश्वर साई राम परतिपुरी के हे भगवान. दया करो दया करो दया करो हे भगवान. दया करो कृपा करो रक्षा करो हे भगवान. साई राम एक नाम सुंदर नाम. साई राम एक नाम सुंदर नाम. शिरडी साई द्वारकमाई प्रशांति वासी साई राम. സായിരാം വളരെ മനോഹരമായി മോളെ. മാഷെ ലക്ഷ്മൺ മാഷില്ലേ? സായിരാം മാഷെ മോളോട് എന്തൊരു അനുഗ്രഹവചനം പറയുക. തീർച്ചയായിട്ടും ഞാൻ ഇതിനിടെ വേദത്തിന് നമ്മുടെ സ്വാമീന്റെ രഥം വരുമ്പോ ലീഡ് ചെയ്ത് പാടാൻ വേണ്ടി ഞാൻ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. എനിക്കറിയാം നല്ല കുട്ടിയാണ്. ഭഗവാന്റെ അപാരമായ കൃപ കൊണ്ട് അവരിപ്പോ ജീവിച്ചിരിക്കുന്ന കാര്യം കൂടി പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അടുത്താണെങ്കിലും കൂടി കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഭഗവാന്റെ കൃപ മേലിലും ആശ്മിക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മള് കുരുവൻ ഹാളിൽ കയറുമ്പോ വരുന്ന ഓരോ ഭക്തരുടെ അവരെ നമ്മള് വെറുതെ നോക്കി പോകുന്നു. പക്ഷെ അവരൊക്കെ ജീവിതത്തിൽ ഭഗവാന്റെ കരസ്പർശം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നമ്മള് 10,381 പേരുടെ അനുഭവം കൊണ്ട് അറിഞ്ഞിരിക്കുന്നു. നമുക്കറിയാത്ത എത്രയോ അനുഭവങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? സൈരാം ഭഗവാന്റെ മഹിമ അതാണ്. ആരും തന്നെ ഒരാള് പോലും ഭഗവാന്റെ കരസ്പർശം ഇല്ലാതെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അവരറിയാതെ തന്നെ ഭഗവാൻ അവരെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈരാം സായുധമ. മാധുര്യവും വിവേകവും അനുഗ്രഹവും ഈശ്വരനിൽ ഒരുപോലെയാണ്. ഓരോ ഭാഗവും ഒരുപോലെ മധുരവും പ്രകാശപൂരിതവും
കുലീനവുമാണ്. ഒരു പഞ്ചസാര പാവ അടിമുടി മധുരം നിറഞ്ഞതായതുപോലെയാണ് അത്. മധുരത്തിനോട് പ്രേമമില്ലാതെ ആകുമ്പോഴാണ് വിഷമങ്ങളും കഷ്ടങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നത്. ഒരിക്കൽ നിങ്ങൾ പ്രേമത്തിൽ അധിഷ്ഠിതരായാൽ നിങ്ങൾ ഒരു വിഭിന്നതകളും കാണുകയില്ല. വിഭിന്നതകൾ നിസ്സാരവും വിഡ്ഢിത്തവും അർത്ഥശൂന്യവുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അനുഭവങ്ങളും ആ പ്രേമത്തിന്റെ അഭാവത്തിൽ അഹന്തയ്ക്ക് ആധിപത്യം ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ഉയർന്നവനും മറ്റേയാൾ താഴ്ന്നവനുമാണെന്ന വിചാരം നിങ്ങളിൽ ഉണ്ടാകുന്നു. അതാണ് കലഹത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരിലും കുടികൊള്ളുന്ന ഈശ്വരൻ മാധുര്യവും മധുരം നിറഞ്ഞ പ്രേമവുമാണെന്ന് മനസ്സിലാക്കുക. ജയ സായിരാം. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. ജയ് ബോലോ